നമസ്കാരം. അപ്പം ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പെഡിക്യൂറിൻ്റെയാണ്. അപ്പം ഞാനൊരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ കളർ ഡൂയിങ് ഇൻ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ ഹെയർ കളറൊക്കെ ഹെയറിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ പറഞ്ഞു, "എന്നാൽ കാല് പെഡിക്യൂർ ചെയ്ത് തരാം" എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഈസി ആയിരുന്നു. പിന്നെ ഞാൻ അന്ന് നല്ല മൂഡിലായിരുന്നതുകൊണ്ട് എനിക്കതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, "വേണ്ട, കുഴപ്പമില്ല" എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ്. പക്ഷെ എന്തായാലും ലാസ്റ്റ് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുന്നത്, ഒരു മീഡിയം മീഡിയം ഇതിലുള്ള ഹോട്ട് വാട്ടർ എടുത്തിട്ട് അതിൽ സോപ്പും അതുപോലെ തന്നെ സോൾട്ടും മിക്സ് ചെയ്തിട്ട് ആ കാല് കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം ഡെഡ് സ്കിന്നൊക്കെ സ്ക്രബ് ചെയ്ത് കളഞ്ഞ് നെയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഷേപ്പാക്കി കൊടുത്തു. എന്നിട്ട് നന്നായി സ്ക്രബ് ചെയ്തൊരു മസാജൊക്കെ കൊടുത്ത് കാലിൽ അവൾക്ക് ഇഷ്ടമുള്ളൊരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ കോമഡികളൊക്കെ പറഞ്ഞ് പിന്നെ ചിപ്സൊക്കെ ഇരുന്നതൊക്കെ തന്നു. കഴിച്ചു. അതിനിടയ്ക്ക് ബ്രേക്ക് എടുത്ത് കപ്പയും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് വളരെ കുറച്ച് സമയം എടുത്തെങ്കിലും എന്താ പറയുന്നത്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഇതുപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നത് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. കാരണം ഷോപ്പിൽ പോയി ചെയ്യുമ്പം നമ്മൾ ഡെഫിനറ്റ്ലി പൈസ സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇതൊക്കെ വൺ ടൈം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കലി ലൈക്ക് ഞാൻ എൻ്റെ കാല് ഒറ്റയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ വേറൊരാൾ ചെയ്തു തരികയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലിന് ഒരു മസാജ് കിട്ടുമ്പം ബ്ലഡ് സർക്കുലേഷനും മറ്റും നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടെ നമുക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് നല്ല മൂഡായിരുന്നുകൊണ്ട് ലൈക്ക് ഇതൊക്കെ കുറച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനങ്ങനെ അവളെ പിടിച്ച് നിർത്തി ചെയ്തതാണ്. പിന്നെ നമ്മൾ അതിന് ശേഷം കുറച്ച് സമയം എടുത്തിരുന്നു. എന്നാലും അതിന് ശേഷം പിന്നെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഹെയർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്കും അതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് വന്നപ്പം ഞാൻ ഹാപ്പിയായി. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ലൈക്ക് ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയൊക്കെ നടന്ന് ഡാൻസൊക്കെ കളിച്ച് അന്നത്തെ പിന്നെ ഫുഡിങ്ങും മുഴുവൻ അവിടെ നിന്നായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രാത്രി ഉറങ്ങാറായപ്പോഴാണ് അവിടുന്ന് പോരുന്നത്. അതോ യാ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞാനപ്പം അങ്ങനെ എന്താ പറയുന്നത്, നല്ലൊരു ഡേ ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെന്താ, പിന്നെ എനിക്കിതൊക്കെ എനിക്കിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ കയ്യും കാലും ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസമാണ്, ലൈക്ക് നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം ക്യാരക്ടർ പിടികിട്ടും. ലൈക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നടക്കുന്ന വ്യക്തികളുടെ കാലും കൈയും ഒക്കെ എപ്പോഴും അവർ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിപ്പം അവളവിടെ ഹെയർ ഡ്രൈ ചെയ്യുന്ന ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം അവളുടെ ഹെയറിന് ലെങ്ത് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചീകുന്ന സമയത്ത് കുറച്ചധികം മുടി പൊട്ടിപ്പോകുന്നുണ്ട്. അവൾ പറഞ്ഞു, "വേണ്ട ചേച്ചി, ഞാൻ തന്നെ അത് ചെയ്തോളാം" എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നതാണ്. ബിക്കോസ് അവൾ പറഞ്ഞു, "എന്തായാലും ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നതെന്ന്" പറഞ്ഞപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, വാക്ക് കേട്ടപ്പം ഉള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് കാണാം ഹെയറും കാലും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ അപ്പം അതുകൊണ്ട് അവൾ പറഞ്ഞു, സോ നമുക്ക് എല്ലാ മാസവും ഇതുപോലെ ടൈം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഓരോ പരിപാടികളൊക്കെ ഒപ്പിക്കാമെന്ന്. പിന്നെ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഞങ്ങളുടെ ഓഫുകളെല്ലാം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ വരുന്നതുകൊണ്ട്
സമയത്തിൻ്റെ കുറവ് മൂലമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ടീംസാണ് എനിക്ക് കിട്ടിയ പുതിയ എന്താ ആൾക്കാർ. അപ്പോൾ ഈ പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ യെസ്, എനിക്ക് കുറച്ച് പഴയ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ബിക്കോസ് ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ മാറിയതുകൊണ്ട്. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പം പുതിയ ആൾക്കാരെ പരിചയപ്പെടും. അപ്പോൾ അങ്ങനെ കിട്ടിയ കമ്പനിയാണ്. പക്ഷേ എൻ്റെ വൈബ് തരുന്ന, അല്ലെങ്കിലും വൈബുള്ള ആൾക്കാർ എവിടെ പോയാലും വൈബാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് അവൾക്ക് ഫീറ്റൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ആം, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്ലാക്ക് കളറ് നെയിൽ പോളിഷാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അവളുടെ ഫീറ്റിന് ഇച്ചിരി അത്യാവശ്യം നിറമൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇട്ടാൽ കൊള്ളാം ആയിരിക്കും. പിന്നെ നേരത്തെ കിടന്നൊരു ഡാർക്ക് റെഡ് പോലത്തെ ഒരു കളറായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ചേഞ്ച് ചെയ്യാം, ഒരു ചേഞ്ചസ് ആവശ്യമാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മളൊരു ബ്ലാക്ക് കളറുള്ള നെയിൽ പോളിഷൊക്കെ ചൂസ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഞങ്ങൾ കുറേ കോമഡികളും പിന്നെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു ദിവസം അടിപൊളിയാക്കി. ഇതുപോലുള്ള മറ്റുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മടിയാണ്. മടി കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ സമയമുണ്ട് കാര്യം പറഞ്ഞാൽ. പക്ഷേ ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇങ്ങനെ കിടക്കും. ആരെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പുതിയ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. കുറച്ച് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുതിയ പ്ലാനുകളുണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം അടുത്ത ഡെസ്റ്റിനേഷനും അടുത്ത ട്രിപ്പ് പ്ലാനുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ എവരിബഡി. അപ്പം ഇതായിരുന്നു എൻ്റെ കാറിൻ്റെ ഫൈനൽ ലുക്ക്.